നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെല്ലാം സമ്മതിച്ചു. ചേച്ചിക്ക് എന്താ അസുഖം? ദർശൻ അത് ഏതേട്ടനോട് പറഞ്ഞോ? ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചോദിച്ചില്ല. ചോദിക്കാൻ അവള് സമ്മതിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. നിങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കളിച്ച് ബബ്ബബാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങളെയും ഗീതേച്ചിയും രൂപേഷിനെയും അവള് നല്ലതുപോലെ അങ്ങ് പറ്റിച്ചു. അതെ, അതിന് അരുൺ സാർ എന്ന് പറയുന്ന ആള് സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിലും ഈ പോലീസുകാരെല്ലാം ദർശനയുടെ ഭാഗത്താ. ചിലപ്പോ നാളെ അവളെ സല്യൂട്ട് ചെയ്യേണ്ടി വന്നാലോന്ന് പേടിച്ചിട്ടായിരിക്കും. അവളല്ലാതെ മറ്റാരും ചേച്ചിയെ കാണാൻ പാടില്ലെന്ന് അവക്ക് നിർബന്ധമുണ്ട്. സത്യം മനസ്സിലാക്കാതെയും ദർശനയോടുള്ള ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടുമാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ദർശനയെ ഏത് കാര്യത്തിലും കുറ്റപ്പെടുത്തണമെന്നുള്ള വാശി. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. നാളെ എന്തായാലും ഞാൻ ഏട്ടത്തെ കാണാൻ പോകുന്നുണ്ട്. ഞാൻ പോയി കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇനിയിപ്പോ പോയി കണ്ടിട്ട് എന്താ കാര്യം? അവള് ചേച്ചിയെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ അവള് പറഞ്ഞു പഠിപ്പിച്ചതല്ലാതെ ഒന്നും ചേച്ചിയുടെ നാവിന്ന് വരില്ല. നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഇവര് പറയുന്നതും കേട്ട് നീ കിടന്നുള്ളരുത്. പവിത്രനും ഗിരിജയും ഒരിക്കൽ ഇവിടുന്ന് പുറത്തു പോയത് നിനക്കറിയാമല്ലോ. അത് ദർശനയുടെ കുറ്റം കൊണ്ടായിരുന്നോ? ഇനി നമ്മുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടുന്ന് നിന്റെ കൂടെ ഇറങ്ങി വരാനേ ഞാനുണ്ടാവില്ല. പോകുന്നത് നീ മാത്രമായിരിക്കും. മനസ്സിലായോ? അതിന് ഞാനെന്ത് പഴച്ചു? സത്യം പറയുന്നത് ഇത്രയ്ക്കും കുഴപ്പമാണോ? ദർശനയുടെ കള്ളത്തരങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അവൾ എന്തൊക്കെയാ ഏട്ടത്തെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. എങ്ങനെയായാലും ഞാനത് അറിയും. ഹലോ നിഖിലേ. ഞാൻ കരുതി താൻ ഉറങ്ങിക്കാണുന്ന. ഇല്ല, ഞാൻ നിഖിലിന്റെ കോൾ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. സത്യം? സത്യം. എനിക്കറിയാമായിരുന്നു നിഖിൽ ഇപ്പൊ വിളിക്കുമെന്ന്. താനിപ്പോ എന്നെ ശരിക്കും മനസ്സിലാക്കി അല്ലേ? എനിക്കിപ്പോ ശരിക്കും നിഖിലിനെ അറിയാം. നിഖിലിന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹവും അറിയാം. ഇനി ഇതെല്ലാം കൂടി തന്റെ അച്ഛനും അമ്മയും അറിയുമ്പോഴാ മരുവത്തൊരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത്. അതിനേക്കാൾ കുഴപ്പമാണ് എന്റെ അച്ഛനും അമ്മയും ഇതറിയുമ്പോൾ. ഇതുവരെ മറ്റു പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, ഇതിനെക്കുറിച്ച് ആരും ഇവിടെ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാ ഞാൻ ജയിലിൽ പോയി വല്യമ്മയെ കണ്ട് സംസാരിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല. നിഖിൽ, എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ അവസാനിക്കോ? എന്തായാലും വല്യമ്മ നമ്മുടെ കൂടെ നിൽക്കും, അതുറപ്പാ. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരുടെ കാര്യമാണ് പ്രശ്നം. അവരെല്ലാരും എന്തായാലും ഇതിനെ എതിർക്കും, ഒരു സംശയം വേണ്ട. അയ്യോ, അങ്ങനെ വന്നാ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? എനിക്കറിയില്ല. നമുക്ക് സ്വന്തമായി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് വേണോ? ആ, ഒരു കാര്യം ഞാൻ തന്നോട് പറയാം. തന്നെ മറന്നിട്ടേ ഇനി എനിക്കൊരു ജീവിതമില്ല. എന്താടോ, എന്താ താനൊന്നും പറയാത്തേ? സന്തോഷം കൊണ്ടാ. എനിക്കും ഇനി നിഖിലിനെ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വല്യമ്മ ജയിലിൽ നിന്ന് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അല്ലെങ്കിൽ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നവരെ. അയ്യോ, അങ്ങനെ സംഭവിക്കോ? അതും നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ സംഭവിച്ചാലും ഒടുവിലെല്ലാം ശരിയാകുന്ന എന്റെ പ്രതീക്ഷ. ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവാ. ഒന്നും പേടിക്കണ്ട. എന്തു വന്നാലും കൂടെ ഞാനില്ലേ, വിട്ടുകൊടുക്കില്ല ആർക്കും. അയ്യോ, അമ്മ വരുന്നെന്ന് തോന്നുന്നു. ഞാൻ വെക്കാം.
എന്തിനാ രൂപേഷേട്ട ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ? അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്കറിയാം ദർശനെ, പക്ഷെ മനസ്സിപ്പോഴും അത് ഉൾക്കൊള്ളുന്നില്ല. ഓരോ നിമിഷവും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളെ മനസ്സ് നിറയെ. രൂപേഷേട്ടന്റെ വിഷമം എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാം? തൽക്കാലം സഹിക്കല്ലാതെ വേറെ മാർഗമില്ല. അമ്മയ്ക്ക് ശരിക്കും എന്താ അസുഖം? ദർശനയോട് അമ്മ എന്തേലും പറഞ്ഞോ? അമ്മയ്ക്കൊന്നുമില്ല. എന്നോട് സംസാരിക്കുമ്പോഴും അമ്മ നല്ല സന്തോഷത്തിലായിരുന്നു. ചെറിയൊരു ക്ഷീണം പോലെ തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കിട്ടിയ തെളിവുകൾ വെച്ച് അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ? ആ ഗുണ്ടകളെ കൂടി കിട്ടണം. അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയാൻ പറ്റൂ. രൂപേഷേട്ട, തളർന്നു പോവല്ലേ? എനിക്കൊരു ധൈര്യത്തിന് ആകെ രൂപേഷേട്ട മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രമിച്ചു നോക്കി ദർശനെ, പക്ഷെ കഴിയുന്നില്ല. അമ്മയെക്കുറിച്ച് ഓർക്കാതെ ഒരു നിമിഷം പോലും എനിക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. എല്ലാ തെറ്റും ഇവിടെ എല്ലാവരും ഇപ്പം നമ്മുടെ മുകളിലാണ് ചാരി വെച്ചിരിക്കുന്നത്. ഇനി അതിനിട കൊടുക്കരുത്. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കണം. അതിനു വേണ്ടിയാ എന്റെ ശ്രമങ്ങളെല്ലാം. എന്തായാലും ആദ്യം അമ്മയെ പുറത്തിറക്കണം. നമ്മുടെ നിരപരാധിത്വം അത് കഴിഞ്ഞ ആളുകൾ മനസ്സിലാക്കിയാലും മതി. ദർശൻ IPS ആവരുതെന്ന് ആരെങ്ങനെ വാശി പിടിക്കുന്നത്? എന്തിനാ അവർക്ക് ദർശനോട് ഇത്ര വൈരാഗ്യം? ഈ വീട്ടിലുള്ളവരാണോ അതോ മറ്റാരെങ്കിലും ആണോ? ഇവിടെ തന്നെ പവിത്രൻ സാറിനും ഗിരിജ മാഡത്തിനും എനിക്ക് IPS കിട്ടുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഒളിഞ്ഞും തെളിഞ്ഞും അതിനെതിരെ അവരെല്ലാം പലതവണ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ അവര് മാത്രമാണ് ഇതിന്റെ പിന്നിലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ എനിക്ക് മറ്റു ചില സംശയങ്ങളും കൂടി തോന്നുന്നുണ്ട്. എന്ത് സംശയങ്ങൾ? പവിത്രൻ സാർ എന്തിനാ എന്നെ ഇങ്ങനെ എതിർക്കുന്നത്? ഞാനിവിടെ വന്ന നാൾ മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു ഭയമുണ്ട്. രൂപേഷേട്ടന്റെ കൂടെ ഞാൻ കമ്പനിയിലെത്തി ചെയർമാന്റെ ചുമതല ഏറ്റെടുത്തപ്പോ ആ വിരോധം കൂടി. പക്ഷേ അതൊന്നും എനിക്ക് IPS ഒരിക്കലും കിട്ടരുതെന്ന് ചിന്തിക്കാൻ മാത്രം വലുതല്ല. സ്വന്തം സഹോദരിയുടെ മരുമകൾ IPSകാരി ആവുന്നത് അദ്ദേഹത്തിന് അഭിമാനമല്ലേ? ഈ ഓഫീസിൽ നടക്കുന്ന കള്ളത്തരങ്ങളൊന്നും ദർശന അറിയാതിരിക്കാനുള്ള അടവായിരിക്കോ? ഓഫീസിൽ എത്ര കള്ളത്തരങ്ങൾ കാണിച്ചാലും അതൊന്നും എന്നെ നേരിട്ട് ബാധിക്കില്ല എന്ന് പവിത്രൻ സാറിന് നല്ലതുപോലെ അറിയാം. അത് ചോദ്യം ചെയ്യാനും എനിക്ക് അവകാശമില്ല. അതിൽ എന്ത് നഷ്ടം വന്നാലും അതെല്ലാം അമ്മയോട് മാത്രം സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. കാരണം അമ്മയുടെ സഹോദരനല്ലേ അദ്ദേഹം. പക്ഷെ ഇതൊന്നും അല്ലാത്ത എന്തോ ഒരു കാരണം എന്നെ എതിർക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിനുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. പിന്നിൽ ആളുണ്ടോന്നാ ഇപ്പൊ എന്റെ സംശയം. ആരുടെ പിന്നില്? പവിത്രൻ സാറിന്റെ പിന്നിൽ. എനിക്കൊന്നും വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള ചില ഫോൺ സംഭാഷണങ്ങൾ, ഓഫീസിലെ ചില പെരുമാറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ ചില യാത്രകൾ, ഇതിലെല്ലാം ചില പൊരുത്തക്കേടുകളുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ മനസ്സിലാക്കാൻ ഒന്നുമില്ല രൂപേഷേട്ടാ. എന്റെ സംശയം എന്താന്ന് വെച്ചാ, പവിത്രൻ സാറിന്റെ പിന്നിൽ മറ്റൊരു ശത്രു ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് രൂപേഷേട്ടന്റെ അച്ഛന്റെ മരണവുമായി ബന്ധമുണ്ടാവും.